അതെ, എല്ലാവരും എന്നാ പറയണു? അയ്യോ, കുറേ നാളായല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ആ, എൻ്റെ ഈ കസർത്ത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് ബോഡി മെയിൻറ്റനിങ് ഒന്നും അല്ല കേട്ടോ. അതിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല. ഇത് ഒടുക്കത്തെ നടുവേദനയാണേ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എനിക്ക് ഡിസ്കിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയി ഒരിടയ്ക്ക് തിരുമലും ഒക്കെ നടത്തിയതായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ അച്ചായൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളിക്കാരെ അയച്ചു തന്നൊരു ലിങ്കാണ് കേട്ടോ ഇത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. കുറ്റം പറയത്തില്ല കേട്ടോ, അടിപൊളി എഫക്റ്റ് ആയിരുന്നേ. ഇനിയിപ്പം ഇടയ്ക്കൊക്കെ വേദന വന്നു കഴിയുമ്പോഴെങ്കിലും, കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര മടിച്ചിയാണ്, വേദന വന്നു കഴിയുമ്പോഴെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഇതേ കുട്ടിച്ചൻ ഡ്യൂട്ടിയിലായിരുന്നപ്പം എനിക്ക് അയച്ചു തന്നൊരു വീഡിയോയാണേ. അപ്പം മീൻ ഇരിപ്പുമുണ്ട്, എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മിലാക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കുഞ്ഞുള്ളി ആയാലും കുഴപ്പമില്ല, സവോള ആയാലും കുഴപ്പമില്ല, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി, വാളംപുളിയാണേ, പിഴിഞ്ഞൊഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ സംഭവം നന്നായിട്ട് വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ ചേർക്കാൻ മറക്കരുതേ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് നന്നായിട്ട് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറ്റം പറഞ്ഞിട്ട് നല്ല അടിപൊളി സാധനമാണ്. പണ്ടുണ്ടല്ലോ, ഞാൻ കുഞ്ഞുണ്ണീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുമായിരിക്കും കേട്ടോ. കുട്ടീസിൻ്റെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുട്ടീസിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ അയച്ചു തരും. അതിനകത്ത് നോക്കി ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു കൊടുക്കും, വെയിറ്റിംഗ് ഫോർ യു എന്നും പറഞ്ഞ്. ഞാനല്ല കേട്ടോ, ഫുഡാണേ. ഫുഡിൻ്റെ കാര്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി പറന്നെത്തിക്കോളും. അതൊക്കെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ പരീക്ഷണങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തപ്പോൾ ഞാനത് തോർത്തുന്നേ ഉള്ളേ. എന്തായാലും ഉണ്ടല്ലോ, വെറും ചോറിൻ്റെ കൂടെ ഇതിൻ്റെ ഗ്രേവിയും കൂട്ടി ഈ നല്ല വെന്തോ കഷ്ണമൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, പൊന്നു മക്കളെ സത്യം പറയല്ലോ, വാവുന്നൊരു എഫക്റ്റ് വരും കേട്ടോ. അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണം കേട്ടോ വേണമെങ്കിൽ. എന്നാൽ പിന്നെ ശരി, ഞാൻ പോയി കഴിക്കട്ടെ, പിന്നെ കാണാവേ.